നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ കമ്മിറ്റിയും പ്രകടന പത്രികാ സമിതിയും രൂപീകരിച്ച് കോൺഗ്രസ്. രമേശ് ചെന്നിത്തലയാണ് പ്രചാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. പ്രകടന പത്രികാ സമിതിയുടെ ചെയർമാനായി ബെന്നി ബെഹ്നാനെ നിയോഗിച്ചു. അരവിന്ദ് PR ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അരവിന്ദ്, നേതാക്കളെ എങ്ങനെയൊക്കെയാണ് ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ കമ്മിറ്റിയും പ്രകടന പത്രികാ സമിതിയും രൂപീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാനാകുന്നത്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ അതിവേഗം മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രചരണ കമ്മിറ്റിയും അതുപോലെ തന്നെ പ്രകടന പത്രികാ സമിതിയും കോൺഗ്രസ് രൂപീകരിച്ചിട്ടുള്ളത്. പ്രധാനമായും രമേശ് ചെന്നിത്തല, കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ തന്നെ ശശി തരൂരിനും നിർണായകമായ പദവികൾ നൽകിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ പ്രചരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായി ശശി തരൂർ എത്തുമ്പോൾ ഉപാധ്യക്ഷനായി എത്തുന്നത് ശശി തരൂരാണ്. അതിൽ ഷാഫി പറമ്പിൽ കൺവീനറായി എത്തുന്നു. അതേസമയം ഹൈബി ഈഡൻ, അതുപോലെ തന്നെ റോജി എം ജോൺ, CR മഹേഷ്, മാത്യു കൊഴുനാടൻ, രമ്യ ഹരിദാസ്, M രജു, ദീപ്തി മേരി വർഗീസ് എന്നിവരാണ് ഈ പ്രചരണ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത്. അതേസമയം ഈ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട സമിതിയിൽ അധ്യക്ഷനായി എത്തുന്നത് ബെന്നി ബെഹനാൻ MP ആണ്. കൊടിക്കുന്നിൽ സുരേഷ് MP അതിൽ ഉപാധ്യക്ഷനാവും. ഡീൻ കുര്യാക്കോസും അതുപോലെ തന്നെ ജബി മേത്തറുമാണ് ഇതിൽ അംഗങ്ങളായി എത്തുക. എന്തായാലും KC വേണുഗോപാൽ ഒപ്പിട്ട ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് അതിവേഗം തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ യാത്ര പുരോഗമിക്കുമ്പോൾ ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ മെനയുവാൻ മുതിർന്ന നേതാക്കളെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തല, നമുക്കറിയാം, പ്രധാനപ്പെട്ട നേതാവാണ്. മുഖ്യമന്ത്രി പദത്തിലേക്ക് അടക്കം ആ പേര് ഉയർന്നു വന്നൊരു നേതാവാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയുടെ പേര് ഏറെ നിർണായകമാണ്. നയിക്കുവാൻ, ഈ പ്രചരണ കമ്മിറ്റിയെ നയിക്കുവാൻ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ശശി തരൂർ, നമുക്കറിയാം, ശശി തരൂരുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ നേരത്തെ നിലനിന്നിരുന്നു. അതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ടെല്ലാം ശശി തരൂർ കൂടിക്കാഴ്ച നടത്തുകയും കോൺഗ്രസിനൊപ്പം താനുണ്ട് എന്ന വാഗ്ദാനം നൽകുകയും ചെയ്തു. എന്തായാലും ശശി തരൂരിനും ഒരു അർഹിക്കുന്ന ചുമതല ഇപ്പോൾ കോൺഗ്രസ് നൽകിയിരിക്കുന്നു. എന്തായാലും സമിതി ഉടൻ തന്നെ യോഗം ചേർന്ന് ഈ പ്രചരണവും അതുപോലെ തന്നെ ഈ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. പ്രവിധ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.